മുളക്കുഴ ഗ്രാമപഞ്ചായത്തിൽ 2026-2027 ബജറ്റ് അവതരിപ്പിച്ചു. ഉൽപാദന മേഖലയ്ക്ക് പ്രധാന ഊന്നൽ നൽകിയ ബജറ്റാണ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രമണിക സന്തോഷ് അവതരിപ്പിച്ചത്. ജനക്ഷേമത്തിലൂന്നി മുളക്കുഴ ഗ്രാമപഞ്ചായത്ത് 2026-27 ബജറ്റ് അവതരിപ്പിച്ചു. 32.35 കോടി രൂപയുടെ വരവും 28.70 കോടി രൂപയുടെ ചിലവും 3.55 രൂപയുടെ നീക്കി ബാക്കിയുമുള്ള മിച്ച ബജറ്റാണ് മുളക്കുഴ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രമണിക സന്തോഷ് അവതരിപ്പിച്ചത്. പഞ്ചായത്ത് കെട്ടിട സമുച്ചയ നിർമ്മാണം. ചെങ്ങന്നൂർ മുനിസിപ്പാലിറ്റിയോട് ചേർന്ന് കിടക്കുന്ന മുളക്കുഴ ഗ്രാമപഞ്ചായത്ത് മുനിസിപ്പാലിറ്റിയുടെ സ്വഭാവത്തിലേക്ക് പ്രതീക്ഷിക്കുന്നത് ഇത് മുന്നിൽ കണ്ടുകൊണ്ട് പഞ്ചായത്തിൻ്റെ പഴയ കെട്ടിടം പൊളിച്ചു മാറ്റി പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിന് തുക വകയിരുത്തിയിട്ടുണ്ട്. ഷോപ്പിംഗ് കോംപ്ലക്സ്, ടേക്ക് എന്ന ബ്രേക്ക്, അത്യാധുനിക സൗകര്യത്തോടുകൂടി കോൺഫറൻസ് ഹാള് ഉൾപ്പെടുന്നുള്ള പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിന് ധനകാര്യ സ്ഥാപനത്തിൽ നിന്നുള്ള വായ്പാ സാധ്യതകൾ പരിഗണിച്ചു വരുന്നു. പ്ലാൻ ഫണ്ടിൽ നിന്നും 30% നിർബന്ധമായും ഓരോ സാമ്പത്തിക വർഷവും പഞ്ചായത്തുകൾ മാറ്റിവെക്കേണ്ടതാണ്. നമ്മുടെ പഞ്ചായത്ത് കാലാകാലങ്ങളായി ഏതാണ്ട് 1 കോടിയോളം രൂപ മാറ്റിവെച്ച് വിവിധ പദ്ധതികൾ ആവിഷ്കരിക്കുന്നുണ്ട്. നിർഭാഗ്യവശാൽ ഇതിൻ്റെ പൂർണ്ണമായ പ്രയോജനം കർഷകർക്ക് ലഭിക്കുന്നില്ല. ഇത് മനസ്സിലാക്കി നിലനിൽക്കുന്ന വികസനങ്ങൾ നടപ്പാക്കാൻ ഈ ബജറ്റിലൂടെ ഉദ്ദേശിക്കുന്നു. സ്മാർട്ട് കൃഷിഭവന്. സംസ്ഥാനത്തുടനീളം 100 സ്മാർട്ട് കൃഷിഭവനുകൾ സർക്കാർ സ്ഥാപിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് മുളക്കുഴ ഗ്രാമപഞ്ചായത്തിൽ കീഴിലുള്ള കൃഷിഭവൻ സ്മാർട്ട് കൃഷിഭവനായി ഉയർത്താനുവിന് ആവശ്യമായ അടിയന്തര സൗകര്യങ്ങൾ വികസനത്തിന് ഈ ബജറ്റിൽ തുക വരുത്തിയിട്ടുണ്ട്. ഉൽപാദന മേഖലയ്ക്കായി വികസനങ്ങൾ നടപ്പിലാക്കും. മുളക്കുഴ കൃഷിഭവൻ സ്മാർട്ട് കൃഷിഭവനായി മാറ്റാൻ 20 ലക്ഷം രൂപ വകയിരുത്തി. പന്നിശല്യം നേരിടുന്നതിന് വാർഡുതല ജനകീയ കൂട്ടായ്മയിലൂടെ തീവ്ര പരിപാടികൾ ആസൂത്രണം ചെയ്യും. മൃഗസംരക്ഷണത്തിനും ക്ഷീര വികസനത്തിനുമായി 14 ലക്ഷം രൂപ വകയിരുത്തിയിരിക്കുന്നു. ABC പ്രോഗ്രാം 3 ലക്ഷം രൂപയും തെരുവ് നായകൾക്ക് മാസ വാക്സിനേഷന് 1 ലക്ഷം രൂപയും വകയിരുത്തിയിട്ടുണ്ട്. ആരോഗ്യ പരിപാലനത്തിന് 37 ലക്ഷം രൂപയും ഹോമിയോ ആശുപത്രിക്ക് സ്ഥലം വാങ്ങുന്നതിന് 20 ലക്ഷം രൂപയും വകയിരുത്തിയിട്ടുണ്ട്. വനിതകളുടെ ഉന്നമനത്തിനായി 17.98 ലക്ഷം രൂപ വകയിരുത്തി. വയോജനങ്ങൾക്കായി 4.5 ലക്ഷം രൂപയും അതിദരിദ്രർക്കായി 3 ലക്ഷം രൂപയും ലൈഫ് മിഷൻ പദ്ധതിയിൽ 2.36 ലക്ഷം രൂപയും വകയിരുത്തിയിട്ടുണ്ട്. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതിയിൽ കഴിഞ്ഞ വർഷം 9 ലക്ഷം രൂപ വിതരണം ചെയ്തു. തുടർന്നും പെൻഷൻ കാലതാമസം കൂടാതെ ജനങ്ങളിലെത്തിക്കും. ശുചിത്വം, മാലിന്യ സംസ്കരണം എന്നിവയ്ക്കായി 5.3 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട്. പട്ടികജാതി ഉന്നമനത്തിന് 1.99 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. CD Net News, ചെങ്ങന്നൂർ.